ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഫൈനലി നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നു ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള എസ് യു വിയും അതുപോലെ ഇപ്പം നിലവിൽ പുതിയതായിട്ട് വന്ന സ്കോഡയുടെ ഒരു പുതിയ എസ് യു വി ആണ്. അപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഹ്യുണ്ടായുടെ ക്രെറ്റയും സ്കോഡയുടെ കുഷാക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതൊരു ഫുള്ളി ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആയിരിക്കും. ഓരോരോ കൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ഓരോരോ റിക്വയർമെൻറ്റ്സ് എടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും വ്യത്യാസം അറിയാൻ താല്പര്യമുണ്ടെങ്കിലും എന്തായാലും കാണാം. നമ്മളെല്ലാ വ്യത്യാസങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും ഈ രണ്ട് വാഹനങ്ങളുടെയും ഡയമെൻഷൻസ് തന്നെ കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തെ കുഷാക്ക് നോക്കാനാണെങ്കിൽ, അതായത് കുഷാക്കിൻ്റെ ലെങ്ത് നോക്കാനാണെങ്കിൽ 4225 mm ആണ്. ആൻഡ് ക്രെറ്റയുടെ ലെങ്ത് 4300 mm ആണ്. ആ ഒരു ഡിഫറൻസ് നോക്കുമ്പോൾ ഏകദേശം 75 mm ലെങ്ത് കുഷാക്കിന് കുറവാണ്. വിഡ്ത്ത് ഏകദേശം 40 mm കുഷാക്കിന് കുറവാണ്. ആൻഡ് ഹൈറ്റ് ഓൾമോസ്റ്റ് 23 mm കുഷാക്കിന് കുറവാണ്. ഇനി പക്ഷേ വീൽ ബേസ് നോക്കാനാണെങ്കിൽ 41 mm കുഷാക്കിന് കൂടുതലാണ്. ആ വീൽ ബേസിൻ്റെ മെയിൻ ഉപയോഗം നിങ്ങൾക്ക് അറിയാമായിരിക്കും. വീൽ ബേസ് കൂടുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ ക്യാബിൻ സ്പേസും കൂടും. അക്കാര്യത്തിൽ എന്തായാലും കുഷാക്കിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വീൽ ബേസിൻ്റെ കാര്യത്തിൽ കുഷാക്കിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈവൻ ദോ വണ്ടിക്ക് ലെങ്ത് കുറവാണെങ്കിലും അവർ ക്യാബിൻ സ്പേസും ബൂട്ട് സ്പേസും എല്ലാം നീറ്റായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം ലെങ്ത് കുറവാണ്, ക്യാബിൻ സ്പേസ് കുറവാണ് എന്നല്ല. എന്തായാലും അക്കാര്യങ്ങളെല്ലാം നമുക്ക് സ്പേസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കുഷാക്കിൻ്റെ അൺലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ആൾക്കാരില്ലാതെ വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 188 mm ആണ്. ആൻഡ് ക്രെറ്റയുടെ 190 mm ആണ്. സോ ക്രെറ്റയ്ക്ക് 2 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. പക്ഷേ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ എന്തായാലും 2 mm എന്ന് പറയുന്ന അത്ര വലിയൊരു ഡിഫറൻസ് ഒന്നും ആയിരിക്കില്ല. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണത്. ഇനി അടുത്തതായി നമുക്ക് ഫീച്ചർ കമ്പാരിസണിലേക്ക് വരാം. അതായത് ഈ രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ക്രെറ്റയിലുണ്ട് എന്നാൽ കുഷാക്കിലില്ല എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ്. കുഷാക്കിൽ എയർ പ്യൂരിഫയർ ഒന്നും വരുന്നില്ല. അടുത്ത ഫീച്ചർ ബോസിൻ്റെ 8 സ്പീക്കർ പ്രീമിയം മ്യൂസിക് സിസ്റ്റം ആണ്. കുഷാക്കിൽ വരുന്നത് സ്കോഡയുടെ തന്നെ ഒരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആണ്. ഇത് 8 സ്പീക്കർ ആണ്, അത് 6 സ്പീക്കർ ആണ്. അതാണ് ഒരു മെയിൻ വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം തന്നെയായിരിക്കും സ്കോഡയുടെ മ്യൂസിക് സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടെ നല്ലത്. ക്രെറ്റയിൽ 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും വരുന്നുണ്ട്. അതായത് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി 8 രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. പക്ഷേ കുഷാക്കിൽ 6-way മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇലക്ട്രിക് അല്ല, മാനുവലും ആണ്. അടുത്ത ഫീച്ചർ ക്രെറ്റയിൽ വരുന്ന 3 ഡ്രൈവ് മോഡ്സും 3 ട്രാക്ഷൻ കൺട്രോൾ മോഡ്സും ആണ്. കുഷാക്കിൽ ഡ്രൈവ് മോഡ്സോ അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ മോഡ്സോ ഒന്നും തന്നെ വരുന്നില്ല. ക്രെറ്റയിൽ 7 ഇഞ്ചസിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാം. ഇതിന്റെ സൈസ്, അതായത് MIDയുടെ സൈസ് 7 ഇഞ്ചസ് ആണ്. പക്ഷേ അതേസമയം കുഷാക്കിന്റെ 4 ഇഞ്ചസിന്റെ ആണ്. അക്കാര്യത്തിൽ എന്തായാലും ഒരു വ്യത്യാസമുണ്ട്. അടുത്ത ഫീച്ചർ ക്രെറ്റയിൽ വരുന്ന ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനുമാണ്. ഈ ഫീച്ചർ കുഷാക്കിൽ വരുന്നില്ല, ക്രെറ്റയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തത് സ്മാർട്ട് പാനറോമിക് സൺറൂഫ് ആണ്. ഇതൊരു വലിയ സൺറൂഫാണ്. കുഷാക്കിൽ സൺറൂഫ് വരുന്നുണ്ടെങ്കിലും അതൊരു സിമ്പിൾ ചെറിയ ഇലക്ട്രിക് സൺറൂഫാണ്. പക്ഷേ ക്രെറ്റയിൽ വരുന്ന ഒരു വലിയ പാനറോമിക് റൂഫാണ്. ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ക്രെറ്റയിലുണ്ട് എന്നാൽ കുഷാക്കിലില്ല എന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുഷാക്കിലുണ്ട് പക്ഷേ എന്നാൽ ക്രെറ്റയിലില്ലാത്ത ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ്. കുഷാക്കിൽ മാത്രമേ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ സംവിധാനം വരുന്നുള്ളൂ, ക്രെറ്റയിൽ ഇത് അവൈലബിൾ അല്ല. അടുത്തത് സിലിണ്ടർ ഡീആക്ടിവേഷൻ ആണ്. അതായത് കുഷാക്കിൻ്റെ 1.5 ലിറ്റർ TSI എഞ്ചിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, പെട്രോൾ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ, അതിൽ നിങ്ങൾ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ, അതായത് ഹൈ സ്പീഡ്സിൽ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം 80 to 100 സ്പീഡ്സിന് ഇടയിലാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ മൈലേജ് കൂട്ടാൻ വേണ്ടി എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി 4 സിലിണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിൽ 2 സിലിണ്ടേഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം ഓൾമോസ്റ്റ് 1 to 2 km/ലിറ്റർ വരെ മൈലേജ് കൂടുകയും ചെയ്യും. അടുത്തത് കുഷാക്കിൻ്റെ റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടി വരുന്ന 2 USB-C ചാർജിംഗ് പോർട്ട്സ് ആണ്. ഇതിൽ നോർമൽ USB പോർട്ട് വരുന്നില്ല, USB-C ചാർജിംഗ് പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എന്നാലും പുറകിൽ അവർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയിലാകെ ഒരെണ്ണേ വരുന്നുള്ളൂ. അടുത്തത് പുറകിൽ കുറച്ച് ക്ലേവർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. ഈ മൊബൈൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് പോക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തായാലും സുഖമായിട്ട് ഫോൺ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനി ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പ്ലേസ് ചെയ്ത് സുഖമായിട്ട് ചാർജ് ചെയ്യാനും പറ്റും. അതെന്തായാലും ഒരു ക്ലേവർ തോട്ടായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്ത ഫീച്ചർ കുഷാക്കിൽ വരുന്ന ഓട്ടോ AC ടച്ച് ഫംഗ്ഷനാണ്. അതായത് കുഷാക്കിലും ക്രെറ്റയിലും രണ്ടിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് വരുന്നുണ്ടെങ്കിലും കുഷാക്കിൽ വരുന്ന ടച്ച് ഫംഗ്ഷനോട് കൂടിയ ഓട്ടോ AC ആണ്. പക്ഷേ ക്രെറ്റയിൽ വരുന്ന നോർമൽ ഡയൽസ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ലുക്ക് വൈസ് ക്രെറ്റയെക്കാളും ഫാർ ബെറ്റർ ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. പക്ഷേ യൂസബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ടെമ്പറേച്ചർ കുറയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ടച്ച് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ നോർമലി ഡയൽ തിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അടുത്ത സംവിധാനം കുഷാക്കിൻ്റെ ഫ്രണ്ട് ഡാഷ്ബോർഡിലായിട്ട് കൊടുത്തിരിക്കുന്ന, അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിലെ ഏരിയയിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഈ യൂട്ടിലിറ്റി ഏരിയ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കോഡ ഒഫീഷ്യലി പറയുന്നത് പലരും ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിലായിട്ട് ഐഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിനിയേച്ചറോ അല്ലെങ്കിൽ ഒരു ഡൈകാസ്റ്റോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ചെറിയ ചെറിയ സാധനങ്ങൾ മിനിയേച്ചേഴ്സ് ഒക്കെ വെക്കാറുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഐഡൽസ് ഒക്കെ വെക്കാറുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കാനുള്ള എളുപ്പത്തിന്, അതായത് അത് തെന്നി മാറി പോകാണ്ടിരിക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം യൂസ്ഫുൾ ആവും എന്നെനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഇത് ക്രെറ്റയിൽ വരുന്നില്ല. ഇനി അടുത്തത് കുഷാക്കിൽ വരുന്ന ഫ്രണ്ടിലുള്ള സ്ലൈഡിംഗ് ആംറസ്റ്റ് ആണ്. ക്രെറ്റയിൽ ഒരുപക്ഷെ എയർ പ്യൂരിഫയറിൻ്റെ ഡിസ്പ്ലേ അവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം സ്ലൈഡ് ചെയ്യാൻ പറ്റാത്തത്, പക്ഷേ കുഷാക്കിൻ്റെ ഫ്രണ്ട് ആംറസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ കുഷാക്കിൽ നിന്ന് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്കഫ് പ്ലേറ്റ്സ് ആണ്. അതായത് പലരും ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് തോട്ടായിട്ട് ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, പക്ഷേ കുഷാക്കിൽ ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് ഡോറിന് താഴത്തുള്ള ഒരു സ്കഫ് പ്ലേറ്റ്സ്, അതായത് ഡോർ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്കഫ് പ്ലേറ്റ്സ്. ഇനി അടുത്ത ഫീച്ചർ കുഷാക്കിൻ്റെ പുറകിൽ വരുന്ന 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. കുഷാക്കിൻ്റെ പുറകിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആൻഡ് 3 പേർക്കും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ്. അതായത് 3 പാസഞ്ചേഴ്സിനും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും വരുന്നുണ്ട്. പക്ഷേ ക്രെറ്റയിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നില്ല, 2 എണ്ണം മാത്രമേ വരുന്നുള്ളൂ. ഇനി അടുത്തതായി നമുക്കൊരു മേജർ കമ്പാരിസണിലേക്ക് പോകാം. ഈ രണ്ട് വാഹനങ്ങളുടെയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കുഷാക്കിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാം. സോ കുഷാക്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്താലും ടോപ്പ് വേരിയൻ്റ് എടുത്താലും അതിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. ഇവിടെ കുഷാക്കിൽ മൾട്ടി കൊളിഷൻ ബ്രേക്കിംഗ്, ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ്, ആൻറ്റി സ്ലിപ്പ് ആൻഡ് മോട്ടർ സ്ലിപ്പ് റെഗുലേഷൻ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, ടണ്ട് എയർ ബാഗ്സ്, ESP അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS വിത്ത് EBD തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ബേസിക് സേഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുഷാക്ക് ഇസ് ഫാർ ഹെഡ് ഓഫ് ക്രെറ്റ. ക്രെറ്റയിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്തായാലും ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാം. ഇനി കുഷാക്കിൽ വരുന്ന ടോട്ടൽ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ, അതായത് നിങ്ങൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ 6 എയർ ബാഗ്സ് ഇൻ സ്റ്റൈൽ മാനുവൽ, അതായത് സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ അതിന് മാനുവൽ വേരിയന്റിൽ 6 എയർ ബാഗ്സ് ഉണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷനേഴ്സ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, മൾട്ടി കൊളിഷൻ ബ്രേക്കിംഗ്, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ്, ഇതുപോലുള്ള സംവിധാനങ്ങളാണ് ഇതിൽ ആഡപ്പ് ആവുന്നത്. അതായത് കുറച്ച് 1, 2, 3 ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിൽ സേഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ ആഡപ്പ് ആവുന്നത്. ഇതിലിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷനേഴ്സ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് ഒക്കെ ബേസ് മോഡൽ വരുന്നൊരു സംവിധാനം കൂടിയാണ്. ഇനി നമുക്ക് അടുത്തതായി ക്രെറ്റയിൽ വരുന്ന ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് വളരെ നിരാശകരമായിട്ട് പറയേണ്ട ഒരു കാര്യം, ക്രെറ്റയിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ, അതായത് നിങ്ങൾ ബേസ് മോഡൽ അല്ലെങ്കിൽ ഏതൊരു വേരിയൻ്റ് എടുത്താലും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ പേരിൽ ആകെ കൂടി വരുന്ന ABS വിത്ത് EBD, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ISO ഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ട്സ്, ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രമാണ്. പിന്നെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷനേഴ്സ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സും വരുന്നുണ്ട്. ഈ 4 സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ ക്രെറ്റയുടെ ബേസ് മോഡൽ, അതായത് സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് കുഷാക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ക്രെറ്റ ഒരുപാട് പുറകിലാണ് എന്ന്. ഇനി ക്രെറ്റയുടെ ടോപ്പ് മോഡലുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ആണ്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, റിയറിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS വിത്ത് EBD വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷനേഴ്സ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടോപ്പ് മോഡലിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും. സോ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ടോപ്പ് മോഡലുകളിലൊക്കെ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കുഷാക്ക് തന്നെയാണ് ക്രെറ്റയേക്കാൾ മുമ്പിൽ. ആൻഡ് ഈവൻ നമ്മളിനി ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് എടുക്കുകയാണെങ്കിൽ തന്നെ കുഷാക്ക് ഇസ് വേ ഹെഡ് ഓഫ് ക്രെറ്റ. ഇനി നമുക്ക് മെയിൻ എഞ്ചിൻ കമ്പാരിസണിലേക്ക് പോകാം. അതായത് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് വൈസ് ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസണിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ക്രെറ്റയുടെ കേസ് എടുക്കാം. ക്രെറ്റയിൽ വരുന്ന ടോട്ടൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ആദ്യത്തേത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ആൻഡ് ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 115 PS, മാക്സിമം ടോർക്ക് വരുന്നത് 144 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഇനി അടുത്ത ക്രെറ്റയിൽ വരുന്ന എഞ്ചിൻ ഒരു 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ്. ഈ ഡീസൽ എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 115 PS, മാക്സിമം ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഇനി ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ഈ ക്രെറ്റയിൽ വരുന്നുണ്ട്. ടർബോ പെട്രോൾ എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 139 PS, മാക്സിമം ടോർക്ക് വരുന്നത് 242 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഈ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ബേസിക്കലി ഹ്യുണ്ടായി ക്രെറ്റയിൽ വരുന്നത്. ഇതിൽ നിങ്ങൾ പെട്രോൾ എടുക്കുകയാണെങ്കിൽ പെട്രോൾ മാനുവലും അതുപോലെ CVT ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. ഇനി അതല്ല ഡീസൽ എടുക്കുകയാണെങ്കിൽ ഡീസലും 6 സ്പീഡ് മാനുവലും ടോക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. ഇനി അതിന് പുറമെ ടർബോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അത് മാനുവൽ വരുന്നില്ല, DCT 7 സ്പീഡ് DCTയോട് കൂടി മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് കുഷാക്കിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഈ 2 എഞ്ചിൻ ഓപ്ഷൻസിൻ്റെയും അല്ലെങ്കിൽ ഈ 3 എഞ്ചിൻസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ നടത്തി നോക്കാം. കുഷാക്കിൽ വരുന്ന 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ആദ്യത്തേത് ഒരു 1 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിനാണ്. ഇതിന് മാക്സിമം പവർ 115 PS, മാക്സിമം ടോർക്ക് വരുന്നത് 178 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. അതിന് പുറമെ ഈ വാഹനത്തിൻ്റെ സ്റ്റൈൽ മോഡൽ അല്ലെങ്കിൽ ടോപ്പ് എൻ മോഡലുകളിൽ ഒരു 1.5 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിൻ കൂടി അവൈലബിൾ ആണ്. ആ എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 150 PS, മാക്സിമം ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഈ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കുഷാക്കിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നോക്കാനാണെങ്കിൽ കുഷാക്കിൻ്റെ 1 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിൻ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുമാണ് വരുന്നത്. 1.5 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിൻ 7 സ്പീഡ് DCTയോട് കൂടിയും 6 സ്പീഡ് മാനുവലോട് കൂടിയാണ് വരുന്നത്.
ഇനിയിപ്പോൾ ഇവിടെ എനിക്കൊരു കമ്പാരിസൺ നടത്തണമെങ്കിൽ കുഷാക്കിൽ ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ല, അതുകൊണ്ട് ക്രെറ്റയുടെ ഡീസലുമായിട്ട് എന്തായാലും ഒരു രീതിയിലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈവൻ കമ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ആദ്യത്തേത് കുഷാക്കിൻ്റെ 1 ലിറ്റർ എഞ്ചിനും ക്രെറ്റയുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായിട്ടായിരിക്കാം. എനിക്കറിയാം ഇത് രണ്ടും ടർബോ അല്ല, അല്ലെങ്കിൽ രണ്ടും സ്പെസിഫിക്കേഷൻസ് വൈസ് അത്ര കറക്റ്റും അല്ല എന്ന്. കാരണം ഒന്ന് ടർബോ ആണ്, ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ ബേസ് മോഡലുകളിലൊക്കെ വരുന്ന പെട്രോൾ എഞ്ചിൻ എന്ന പേരിൽ ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതിൻ്റെ കമ്പാരിസണിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെയും പവർ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഒരു ഡിഫറൻസ് വരുന്ന കുഷാക്കിൽ വരുന്ന 1 ലിറ്റർ ആണ്, പക്ഷേ ക്രെറ്റയിൽ വരുന്ന 1.5 ലിറ്റർ ആണ്. പവർ 115 PS ആണ് രണ്ട് വാഹനങ്ങളുടെയും. ടോർക്ക് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ടോർക്കിൽ കുഷാക്കിന് ഓൾമോസ്റ്റ് 40 ന്യൂട്ടൺ മീറ്റേഴ്സോളം ടോർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പറയാനാണെങ്കിൽ 35 ന്യൂട്ടൺ മീറ്റേഴ്സോളം ടോർക്ക് കുഷാക്കിന് കൂടുതലാണ്. ഇനി ഇവിടെ അടുത്ത കമ്പാരിസൺ വരുന്ന കുഷാക്കിൻ്റെ 1.5 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിനും അതുപോലെ ക്രെറ്റയുടെയും ടോപ്പ് എൻഡ് മോഡലുകളിൽ വരുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും തമ്മിലാണ്. ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസും കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ കുഷാക്കിൻ്റെ പെട്രോൾ എഞ്ചിൻ ഏകദേശം 10 PS മോർ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾമോസ്റ്റ് 8 Nm ടോർക്ക് വരെ കൂടുതൽ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെർഫോമൻസ് വൈസ് കാര്യങ്ങളെല്ലാം ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സിലും ഹാൻഡ്ലിങ്ങിൻ്റെയും സെഷനിൽ പെർഫോമൻസ് വൈസ് ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ തന്നെ നമുക്ക് നടത്തി നോക്കാം. ഇത് ജസ്റ്റ് ഒരു സ്പെക് കമ്പാരിസൺ ആയിരുന്നു, അതായത് എഞ്ചിൻ വൈസ് ഒരു സ്പെക് കമ്പാരിസൺ മാത്രം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഷാക്കിൽ ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഡീസൽ കമ്പാരിസൺ തീർച്ചയായും നടത്താൻ പറ്റില്ല. ഇനി ഈ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ എല്ലാം മൈലേജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ മൈലേജിൻ്റെ ഡീറ്റെയിൽഡ് കമ്പാരിസണിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ക്രെറ്റയുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 16.8 km/ലിറ്റർ ആണ്. ആൻഡ് കുഷാക്കിൻ്റെ 1 ലിറ്റർ TSI മാനുവൽ മോഡലിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17.88 km/ലിറ്റർ ആണ്. ക്ലെയിംഡ് ഫിഗേഴ്സ് വെച്ച് നോക്കാനാണെങ്കിൽ ഇത് ARAI ക്ലെയിംഡ് ഫിഗേഴ്സ് ആണ്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 1 km/ലിറ്ററോളം കുഷാക്കിന് മൈലേജ് കൂടുതലാണ് ക്രെറ്റയുടെ 1.5 ലിറ്റർ പെട്രോളിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതേസമയം കുഷാക്കിൻ്റെയും അതുപോലെ ക്രെറ്റയുടെയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ക്രെറ്റയിൽ വരുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, ആൻഡ് അതിൽ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 16.9 kmpl ആണ്. അതേസമയം കുഷാക്കിൽ വരുന്ന ടോക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 15.78 kmpl ആണ്. ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഓൾമോസ്റ്റ് 1.1 kmpl വരെ ക്രെറ്റയാണ് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അത് ക്രെറ്റയിൽ CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. CVT ഓട്ടോമാറ്റിക് ജനറലി കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് ടോക്ക് കൺവെർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അതല്ല മറ്റുള്ള ടർബോ പെട്രോൾ എഞ്ചിൻസ് വെച്ച് കമ്പാരിസൺ ചെയ്യാനാണെങ്കിൽ ക്രെറ്റയിൽ വരുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ DCT ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ വരുന്നില്ല. അവിടെ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17 kmpl ആണ്. പക്ഷേ കുഷാക്കിൻ്റെ 1.5 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് ഫിഗേഴ്സ് ഇതുവരെ ARAI പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിലവിൽ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഈ ടർബോ പെട്രോൾ എഞ്ചിൻസിൻ്റെ ടോപ്പ് മോഡലുകളിൽ വരുന്ന വെച്ച് കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കുറച്ച് എക്സ്പെക്റ്റഡ് മൈലേജ് പറഞ്ഞുതരാം. അതായത് കുഷാക്കിൻ്റെ 1.5 ലിറ്റർ TSI മാനുവലിൽ ഏകദേശം ക്ലെയിംഡ് ഫിഗേഴ്സ് വരാൻ പോകുന്നത് 16 to 16.5 ഇടയിലായിരിക്കാം. ആൻഡ് DCTയിൽ വരാൻ പോകുന്ന ക്ലെയിംഡ് ഫിഗേഴ്സ് ഓൾമോസ്റ്റ് 15 to 15.5 ഇടയിലുമായിരിക്കാം. ബട്ട് ഇത് ജസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ്. എന്തായാലും ഒഫീഷ്യലി കാര്യങ്ങൾ കൂടുതൽ വന്നാൽ മാത്രമേ നമുക്കൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഈ ടോപ്പ് മോഡലുകളിൽ വരുന്ന 1.4ഉം 1.5 ലിറ്റർ TSI എഞ്ചിൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലാതെ നോക്കാനാണെങ്കിൽ എന്തായാലും ഇത് ജസ്റ്റ് ക്ലെയിംഡ് ഫിഗേഴ്സ് ആണ്. റിയൽ ലൈഫ് മൈലേജ് നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻസ് വെച്ചോ അതുപോലെ റോഡ് കണ്ടീഷൻസ് വെച്ചൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും ക്യാബിൻ സ്പേസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് സ്പേസ് വൈസ് ഏത് വാഹനമായിരിക്കും ബെറ്റർ. ആദ്യം തന്നെ ഇവിടെ കുഷാക്ക് എടുക്കുകയാണെങ്കിൽ കുഷാക്കിലാണ് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് വരുന്നത്. വീൽ ബേസ് അനുസരിച്ച് ക്യാബിൻ സ്പേസ് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. കാരണം വീൽ ബേസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സെൻറ്റർ മുതൽ പുറകിലത്തെ ടയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഒരു ഏരിയ ആണ്. അവിടെയാണ് നോർമലി നമ്മുടെ ക്യാബിനൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീൽ ബേസ് കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ ക്യാബിൻ സ്പേസും നോർമലി കുറച്ച് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 41 mm കുഷാക്കിന് വീൽ ബേസ് കൂടുതലുമാണ്. ബട്ട് സ്റ്റിൽ റിയൽ ലൈഫ് കണ്ടീഷൻസ് വെച്ച് നോക്കാനാണെങ്കിൽ കുഷാക്കിൽ അങ്ങനെ ക്രെറ്റയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്യാബിൻ സ്പേസ് ഒന്നും കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് രണ്ടിലും സെയിം ക്യാബിൻ സ്പേസ് തന്നെയാണ്. പിന്നെ കുഷാക്കിന് കുറച്ച് ലെങ്ത്തും കുറവാണല്ലോ. പിന്നെ കുഷാക്കിൽ പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ പുറകിലത്തെ സീറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3 പേര് പുറകിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ല. കാരണം വിട്ട് കുറവാണ്, ക്യാബിൻ്റെ ഓവറോൾ സീറ്റ്സിൻ്റെ വിട്ടും കുറവാണ്. അതുകൊണ്ട് തന്നെ 3 പേരെ പുറകിൽ ഇരുത്തിക്കൊണ്ട് സുഖമായിട്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബൂട്ട് സ്പേസ് കമ്പയർ ചെയ്യാനാണെങ്കിൽ കുഷാക്കിൽ വരുന്ന 385 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ക്രെറ്റയുടെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി അടുത്തതായി ക്രെറ്റയുടെ ബൂട്ട് സ്പേസും അതുപോലെ ഓവറോൾ ക്യാബിൻ സ്പേസും ഒക്കെ നോക്കാനാണെങ്കിൽ ക്രെറ്റയുടെ ക്യാബിൻ സ്പേസ് വെൻ കമ്പയർ ടു കുഷാക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും എവിടെയൊക്കെയൊക്കെയൊക്കെയൊക്കെയൊക്കെയോ കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, ഈവൻ ദോ വീൽ ബേസ് കുറച്ച് കുറവായിട്ട് പോലും. ഓക്കെ, അപ്പോൾ എന്തായാലും ക്യാബിൻ സ്പേസിൻ്റെ കാര്യത്തിൽ രണ്ട് വാഹനങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും കുറച്ച് ഒരു പൊടി കൂടുതൽ ക്രെറ്റയ്ക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.
ബട്ട് ഞാൻ വീണ്ടും പറഞ്ഞു റിയൽ ലൈഫ് കണ്ടീഷൻസ് വെച്ച് അങ്ങനെ അത്ര അധികം വ്യത്യാസങ്ങൾ വരില്ല എന്ന്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രെറ്റയിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നില്ല, ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പുറകിൽ ഒരു USB ചാർജിംഗ് പോർട്ടേ വരുന്നുള്ളൂ. ഇനി ബാക്കി ക്രെറ്റയുടെ ബൂട്ട് സ്പേസ് നോക്കാനാണെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റയിൽ വരുന്ന 433 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. കുഷാക്കിൽ വരുന്ന ഏകദേശം 385 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. സോ ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ കുഷാക്കിൽ വരുന്ന ബൂട്ട് സ്പേസ് ഓൾമോസ്റ്റ് 48 ലിറ്റേഴ്സ് ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇനി അടുത്തതായി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവിംഗ് ഡൈനാമിക്സും റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങും കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ക്രെറ്റയുടേത് ഞാൻ പറഞ്ഞു 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ പെട്രോൾ എഞ്ചിൻ എടുക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് കുഷാക്കിൻ്റെ 1 ലിറ്റർ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 1.5 എന്ന് പറയുമ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു എന്തൂസിയാസം ഉള്ള ഒരു എഞ്ചിനൊന്നും അല്ല, ഇത് കുറച്ചൊരു ഡൾ എഞ്ചിനാണ്. പെർഫോമൻസ് വൈസ് എന്തായാലും കുഷാക്കിൻ്റെ 1 ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈവൻ ദോ കുഷാക്കിൻ്റെ 1 ലിറ്റർ എഞ്ചിനിൽ ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ട്, കാരണം ഒരു 1 ലിറ്റർ എഞ്ചിനാണ്, ടെർബോ ചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിൻസിന് പൊതുവെ ലാഗ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് 2000 RPM അല്ലെങ്കിൽ ഏകദേശം 1800 RPM ക്രോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ കുഷാക്കിൽ ഒരു നല്ല പവർ ഡെലിവറി തന്നെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ക്രെറ്റയുടേത് ഒരു ഡീസൻറ്റ് ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്രെറ്റയുടേത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൈലേജ് 9 to 12 km/ലിറ്റർ ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ. കുഷാക്കിനെ വെച്ച് നോക്കാനാണെങ്കിൽ കുഷാക്ക് ഒന്ന് മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 13-14 ഒക്കെ സിറ്റിയിൽ കിട്ടും. പക്ഷേ മാന്യമായിട്ട് ഓടിക്കണം, ചവിട്ടിപ്പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ 10-11 ഒക്കെ തന്നെ ഇതിനും കിട്ടുള്ളൂ. ഇനി അടുത്തൊരു കമ്പാരിസൺ ഇവിടെ വരുന്നത് 1.4 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനും അതുപോലെ കുഷാക്കിൻ്റെ 1.5 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനും തമ്മിലാണ്. TSI എന്ന് പറയുമ്പോൾ ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. GDI പെട്രോൾ എഞ്ചിന്റെ ഫുൾ ഫോം ഗ്യാസ്ലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്. ഇനി ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കോഡയുടെ അല്ലെങ്കിൽ ഫോക്സ് വാഗൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 1.5 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഓടിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ രസം ഉണ്ടാകുന്നത്. ഈവൻ ദോ രണ്ട് എഞ്ചിനുകൾക്കും ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ലാഗ് ഉണ്ടാകും. പക്ഷേ ഓൾമോസ്റ്റ് 2000 RPM ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പവർ ഡെലിവറി തന്നെയായിരിക്കും ഈ രണ്ട് വാഹനങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഫോക്സ് വാഗൻ്റെ 1.5 ലിറ്റർ TSI എഞ്ചിൻ ആയിരിക്കാം കുറച്ചും കൂടെ ഓടിക്കാൻ എന്തൂസിയാസ്റ്റിക് ആയിട്ട് തോന്നാൻ പോകുന്നത്. കാരണം ഒബ്വിയസ്ലി ഫോക്സ് വാഗൺ ഇസ് നോൺ ഫോർ ദ TSI എഞ്ചിൻ, ആക്ച്വലി TDI എഞ്ചിൻസിനായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും TSI എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നല്ലൊരു എഞ്ചിനാണിത്. ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും മോശമല്ല, ആക്ച്വലി മോശമല്ല എന്നല്ല പറയേണ്ടത്, വളരെ നല്ലതാണെന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് കുഷാക്ക് ഒരു കോമ്പാക്ട് വാഹനം ആയതുകൊണ്ടും ഓടിക്കാൻ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും. ഡീസൽ എഞ്ചിൻ വെച്ച് ഞാൻ പറഞ്ഞു, ഡീസൽ എഞ്ചിൻ വെച്ച് ഇവിടെ ഒരു കമ്പാരിസൺ എന്തായാലും നടത്താൻ പറ്റില്ല. പക്ഷേ ഈവൻ ദോ ഡീസലിൻ്റെ എന്ന് പറയുമ്പോൾ ക്രെറ്റ ആൻഡ് സെൽട്ടോസ് ആർ നോൺ ഫോർ ദ ഡീസൽ എഞ്ചിൻസ്, ബിക്കോസ് ഡീസൽ എഞ്ചിൻ അൾട്രാ റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു പവർ ഡെലിവറിയും ഈ രണ്ട് വാഹനങ്ങളിലും വരുന്നുണ്ട്. അതായത് 115 PS പവർ എന്ന് പറയുന്നത് വളരെ ലീനിയർ ആയിട്ട് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. എവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള ലാഗൊന്നും ഈവൻ ദോ ഒരു ടെർബോ ഡീസൽ എഞ്ചിൻ ആയിട്ട് പോലും അതിൽ ലഭിക്കുന്നതായിരിക്കില്ല. ഇനി ബാക്കി ഹാൻഡ്ലിങ്ങും റൈഡും നോക്കാനാണെങ്കിൽ ആദ്യം നമുക്ക് ഹാൻഡ്ലിങ്ങിലേക്ക് തന്നെ വരാം. കുഷാക്കിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും തീർച്ചയായും ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മുന്നിൽ തന്നെയാണ്. കാരണം കുഷാക്ക് എന്ന് പറയുമ്പം സ്കോഡ അല്ലെങ്കിൽ ഫോക്സ് വാഗൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വരുന്നൊരു വാഹനമായതുകൊണ്ട് അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒബ്വിയസ്ലി ഫോക്സ് വാഗൻ ഇസ് നോൺ ഫോർ ദ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ സ്കോഡ ഇസ് നോൺ ഫോർ ദ ഹാൻഡ്ലിംഗ്. അതുകൊണ്ട് തന്നെ കുഷാക്കിൻ്റെ ഹാൻഡ്ലിങ്ങും ഒട്ടും പുറകിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ക്രെറ്റയുടെ അത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഓഫേഴ്സ് ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക്. തീരെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഇല്ല, കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊന്നും പറയുന്നതല്ല. പക്ഷേ എന്തായാലും ഹാൻഡ്ലിംഗ് വൈസ് കുഷാക്ക് തന്നെയാണ് ക്രെറ്റയെക്കാളും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ നല്ല ഏകദേശം 2-3 ഇരട്ടി നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. കുഷാക്കിന് വീൽ ബേസ് കൂടുതലായതുകൊണ്ട് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും കുഷാക്ക് തന്നെയാണ് ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി ഓവറോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും റൈഡ് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഓഫ് കോഴ്സ് കുഷാക്ക് തന്നെയാണ് ക്രെറ്റയെക്കാളും റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ലത്. ആദ്യത്തെ കാര്യം കുഷാക്ക് എന്ന് പറയുമ്പോൾ അതൊരു സ്കോഡയുടെ വാഹനമായതുകൊണ്ട് ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ റൈഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈവൻ ദോ സ്കോഡ ഒരു ചെക്കോസ്ലോവാക്യൻ കമ്പനിയാണ്, അതായത് ഒരു ചെക്ക് റിപ്പബ്ലിക് കമ്പനിയാണ്. ബട്ട് സ്റ്റിൽ ഫോക്സ് വാഗൻ അണ്ടറിൽ വരുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലസ് റൈഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ലൊരു ഡീസൻറ്റ് അല്ലെങ്കിൽ അബോവ് ആവറേജ് റൈഡ് ക്വാളിറ്റി കുഷാക്കിൽ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. ക്രെറ്റയുടെ ജസ്റ്റ് ഒരു ആവറേജ് ആണ്. പിന്നെ കുഷാക്കിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും കുറച്ച് ഹാർഡർ സൈഡിലായതുകൊണ്ട് തന്നെ അധികം ബോഡി റോളും ഈ ഒരു വാഹനത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് റൈഡ് ക്വാളിറ്റി, ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഹാൻഡ്ലിംഗ്, ഈ 3 കാര്യങ്ങളിലും എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്തായാലും സ്കോഡ കുഷാക്ക് തന്നെയായിരിക്കും. പിന്നെ എന്തായാലും ഡീസൽ എഞ്ചിൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ വാഹനത്തിലുണ്ട്. ബട്ട് സ്റ്റിൽ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായനെ. പക്ഷേ എന്ത് പറയാനാ, ഫോക്സ് വാഗൻ അവരുടെ TDI ഡീസൽ എഞ്ചിൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ചെറിയൊരു മാൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്, പ്രത്യേകിച്ച് എമിഷൻ നോംസിൻ്റെ പേരിൽ. എനിവേ ഞാൻ ആ ഒരു കഥ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും വാറൻറ്റി ഫിഗേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ കമ്മിങ് ടു സ്റ്റാൻഡേർഡ് വാറൻറ്റിയുടെ കാര്യത്തിൽ ഹ്യുണ്ടായി ക്രെറ്റയിൽ വരുന്നത്
3 years or unlimited കിലോമീറ്റേഴ്സിൻ്റെ വാറൻറ്റിയാണ്. ആൻഡ് കുഷാക്കിൽ വരുന്ന 4 years or 1 lakh കിലോമീറ്റേഴ്സ് വരെയുള്ള വാറൻറ്റിയാണ്. സോ വാറൻറ്റിയുടെ കാര്യത്തിൽ എന്തായാലും സ്റ്റാൻഡേർഡ് വാറൻറ്റിയിൽ കുഷാക്ക് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം കുഷാക്കിന് കൂടുതൽ വാറൻറ്റി ഉണ്ട്. ബട്ട് കിലോമീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും ക്രെറ്റ തന്നെയാണ് മുൻപിൽ. കുഷാക്കിൽ വരുന്ന വാറൻറ്റി 6 years or 1.5 lakh കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് എടുക്കാനും പറ്റും. ബട്ട് സ്റ്റിൽ സർവീസ് കോസ്റ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രെറ്റയുടേത് കുറച്ചും കൂടെ കുറവായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്രെറ്റയുടെ ഒക്കെ സർവീസ് വരുന്ന 10,000 കിലോമീറ്റേഴ്സിലാണ്. സ്കോഡയുടെ വാഹനങ്ങളുടെ സർവീസ് വരുന്നത് 15,000 കിലോമീറ്റേഴ്സിൻ്റെ ഇൻ്റർവെൽസിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും സർവീസ് കോസ്റ്റിന്റെ കാര്യത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അത്ര കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസിൻ്റെ കാര്യത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസണിലേക്ക് വരാം. സോ പ്രൈസ് ആണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യം. ഇതിലിപ്പോൾ ക്രെറ്റയുടെ ഇത് ഫുൾ പ്രൈസ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയൻസിൻ്റെ പ്രൈസ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ആദ്യത്തെ കാര്യം, ക്രെറ്റയിൽ 10-200 വേരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഓവറോൾ പ്രൈസ് കമ്പയർ ചെയ്യാനാണെങ്കിൽ കുഷാക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫോർ ദി ആക്റ്റീവ് 1 liter മാനുവൽ വേരിയൻറ്റ് വരുന്നത് 10.5 lakhs ആണ്. ആൻഡ് ക്രെറ്റയുടെ ഇത് ബേസ് പെട്രോൾ നോക്കാനാണെങ്കിൽ 10.06 lakhs എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $44,000 ക്രെറ്റയ്ക്ക് വില കുറവാണ് കുഷാക്കിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ. പക്ഷേ ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ കുഷാക്ക് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് കുഷാക്കിൻ്റെ ബേസ് മോഡലിൽ തന്നെ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം 7 inches ടച്ച് സ്ക്രീൻ ഫുട്ടേം സിസ്റ്റം ഉണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVMs ഉണ്ട്, 16 inch സ്റ്റീൽ വീൽസ് ഉണ്ട്, മാനുവൽ ഡേ നൈറ്റ് IRVMs ഉണ്ട്, മാനുവൽ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാക്സിമം നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം ഈ ഒരു കുഷാക്കിൻ്റെ ബേസ് മോഡലിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി ഈവൻ ലുക്ക് വൈസ് ആണെങ്കിലും കുഷാക്കിൻ്റെ ബേസ് മോഡലിൽ തന്നെ LED DRLs എല്ലാം വരുന്നുണ്ട്. ക്രെറ്റയിൽ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, ബട്ട് സ്റ്റിൽ അത് വളരെ തിന്നായിട്ടുള്ള പാർക്കിംഗ് ലാംപ്സ് ആണ് വരുന്നത്. സോ ഓവറോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വാഹനം എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പറയില്ല. പിന്നെ സ്കോഡയ്ക്ക് വേണമെങ്കിൽ ഹ്യുണ്ടായി ഒക്കെ ചെയ്യുന്നത് പോലെ ബേസ് മോഡൽ ഒരു ഫീച്ചേഴ്സും ഇല്ലാതെ കൊടുക്കാമായിരുന്നു. ക്രെറ്റയുടെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ യാതൊരു ഫീച്ചേഴ്സും വരുന്നില്ല. ഇപ്പം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോട്ടെ, ഈവൻ നെസസറി ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കോഡയ്ക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ കുഷാക്കിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു ബേസിക് ഫീച്ചേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത്, ഈവൻ ടച്ച് സ്ക്രീൻ ഒക്കെ റിമൂവ് ചെയ്ത് ഒരു സിമ്പിൾ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ആക്കാമായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമേഴ്സിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ കുഷാക്ക് ഒരിക്കലും ഓവർ പ്രൈസ്ഡ് അല്ല. ഇനി ബാക്കി ടോപ്പ് മോഡൽസിൻ്റെ പ്രൈസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ കുഷാക്കിൽ വരുന്ന സ്റ്റൈൽ 1.5 liter DCT ഓട്ടോമാറ്റിക് വേരിയൻ്റെ പ്രൈസ് വരുന്നത് 17.6 lakhs. ക്രെറ്റയുടെ SX ഓപ്ഷണൽ DCT ടെർബോ പെട്രോൾ മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 17.7 lakhs ആണ്. സോ ഡയറക്റ്റ് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഏകദേശം 10,000 rupees കുഷാക്ക് ചീപ്പറാണ്. ബട്ട് 10,000 rupees ചീപ്പർ ആണെങ്കിലും നല്ല ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സും കുഷാക്കിൽ ലഭിക്കുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ഫീച്ചേഴ്സിൽ കട്ട് കോസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ വലിയ പാനറോമിക് സൺറൂഫ്, അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ ഓവറോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ആക്ച്വലി കുഷാക്കിൻ്റെ പ്രൈസിങ്ങിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയില്ല. ക്രെറ്റയുടെ പ്രൈസിങ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുകയും ചെയ്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ക്രെറ്റയുടെ ടോപ്പ് ആൻഡ് മോഡലുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാനും പറ്റില്ല. ഞാനിപ്പോൾ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നതെല്ലാം കേരള ബേസ്ഡ് എക്സ്ഷോറൂം പ്രൈസസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ പ്രൈസ് വൈസ് നടത്തണമെങ്കിൽ അത് ഇപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻ പോസ്റ്റ് ചെയ്ത് വല്ലതും ചെയ്യാം. അതല്ല എങ്കിൽ ക്രെറ്റയുടെ ബേസ് മോഡൽസിൻ്റെ, അതായത് SE, EX തുടങ്ങിയ വേരിയൻസ് ഒക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് വീഡിയോയുടെ പുറകോട്ട് പോകേണ്ടി വരും. അത് ഞാൻ പറഞ്ഞു, ക്രെറ്റയിൽ ഒരുപാട് വേരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ചെറിയൊരു സ്ക്രീനിൽ എഴുതാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ഇനി എന്തായാലും നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും ഒരു ഫൈനൽ വേർഡിക്ട് സെക്ഷനിലേക്ക് വരാം. അതായത് നിങ്ങൾ ഏത് വാഹനം എടുക്കണം ഈ രണ്ട് among these two. സോ ഒരു ഡീറ്റെയിൽഡ് വേർഡിക്റ്റിലേക്ക് വരാനാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വേണം നിങ്ങളുടെ ഒരു വാഹനം എടുക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കംഫർട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു റൈഡ് ക്വാളിറ്റി നിങ്ങൾക്ക് വേണം, ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല സേഫ്റ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ കോർണേഴ്സ് ഒക്കെ വീശി എടുത്തുകൊണ്ട് പോകാൻ നല്ലൊരു ബെസ്റ്റ് ഹാൻഡ്ലിംഗ് ഉള്ള ഒരു വാഹനം വേണം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ബേസിക്കലി അങ്ങനെ പറയാം, ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്രോൾ വേരിയൻസ് നോക്കുകയാണെങ്കിൽ കുഷാക്ക് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡീസലാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രെറ്റയുടെ ഡീസൽ തന്നെയാണ് നല്ലത്. ഈവൻ ദോ ഈ കുഷാക്കിന് 1.5 liter അല്ലെങ്കിൽ 1 liter ടെർബോ പെട്രോൾ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ക്രെറ്റയുടെ ഡീസൽ ഇസ് ഫാർ ബെറ്റർ. കാരണം നല്ലൊരു ലീനിയർ ആക്സിലറേഷൻ ആണ്, എവിടെയും പവർ ഡ്രോപ്പ് ആവുന്ന പോലെ തോന്നുന്നില്ല. പിന്നെ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഡീസൽ എഞ്ചിനൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ റിഫൈൻഡും ആണ്, അത്ര നോയ്സും ഉണ്ടാക്കുന്നില്ല. സോ ഓവറോൾ ഒരു വേർഡിക്റ്റ് ഞാൻ പറഞ്ഞു, കുഷാക്ക് നിങ്ങൾ എടുക്കണമെങ്കിൽ ആദ്യത്തേത് നല്ല റൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റി നിങ്ങളെ മാറ്റർ ചെയ്യുന്നുണ്ടാവണം. അടുത്ത കാര്യം നല്ല ഹാൻഡ്ലിംഗ് ആയിരിക്കണം ആൻഡ് ബെറ്റർ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഇൻ പെട്രോളിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡീസലിൻ്റെ കാര്യമല്ല. ഇനി നിങ്ങൾ എന്തുകൊണ്ടായിരിക്കണം ക്രെറ്റ എടുക്കേണ്ടത്?
സോ ഓക്കെ, നിങ്ങൾ എടുക്കേണ്ടത് ക്രെറ്റ ആണെങ്കിൽ, അതായത് നിങ്ങൾ നോക്കുന്നത് ക്രെറ്റ ആണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ റിക്വയർമെൻറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കണം. അതായത് എത്രയധികം ഫീച്ചേഴ്സ് കിട്ടുമോ അത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ കൊടുക്കുന്ന കാശിന് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും ക്രെറ്റ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പാനറോമിക് സൺറൂഫ് വേണം, അതുപോലെ വയർലെസ് ചാർജിങ് വേണം, വയർലെസ് ചാർജിങ് കുഷാക്കിലും ഉണ്ട്. ഓക്കെ, അതല്ലാതെ ഡ്രൈവ് മോഡ്സ് വേണം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ക്രെറ്റ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, ഒരു ഡീസൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തായാലും എനിക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും കുറച്ച് ഗിമിക്സും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം കുഷാക്കിലും ക്രെറ്റയിൽ വരാത്ത അല്ലെങ്കിൽ ക്രെറ്റയിൽ വരുന്ന ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഇങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗിമിക്സ് ഒക്കെ കുഷാക്കിലും ഉണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്കൊരു ബെറ്റർ സർവീസിങ് വേണം. അതായത് സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് എങ്ങനെയാണ് തലവേദന എടുക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് കൂടാൻ പാടില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓവറോൾ ഒരു ചിന്താഗതിയെങ്കിൽ തീർച്ചയായിട്ടും ക്രെറ്റ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹ്യുണ്ടായി ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട്. ആൻഡ് അവരുടെ ഒരു സർവീസ് നെറ്റ്വർക്ക് ആണെങ്കിലും സ്കോഡയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. സർവീസ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു കുഷാക്കിലും ക്രെറ്റയിലും വരുന്ന സർവീസ് ഇൻ്റർവെൽസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന്. പിന്നെ സേഫ്റ്റി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണെങ്കിൽ അപ്പോഴും കുഷാക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ക്രെറ്റയിൽ സേഫ്റ്റി മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ബേസ് മോഡൽസിലൊക്കെ കുഷാക്കിൽ കുറച്ചും കൂടെ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുഷാക്കിന് ടോപ്പ് മോഡൽ, അതായത് സ്റ്റൈൽ DCT ഓട്ടോമാറ്റിക് വേരിയൻറ്റിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടോക്ക് കൺവേർട്ടർ വേരിയൻറ്റിലും ഇവർ 6 എയർ ബാഗ്സ് കൊടുത്തിട്ടില്ല. അതെന്തായാലും കൊടുക്കാമായിരുന്നു, കാരണം അവിടെ കോസ്റ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സ്റ്റൈൽ മാനുവൽ മോഡൽ മാത്രമേ 6 എയർ ബാഗ്സ് വരുന്നുള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ രണ്ട് വാഹനങ്ങളുടെയും പ്ലാറ്റ്ഫോംസ് കമ്പയർ ചെയ്യാനാണെങ്കിൽ കുഷാക്കിൽ വരുന്ന MQB A0iN എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മെയ്ഡ് പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ മാക്സിമം ലോക്കലൈസ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ക്രെറ്റയിൽ വരുന്ന i20 ബേസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. i20യുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി ക്രെറ്റ. അതുപോലെ തന്നെ സെൽട്ടോസ് അത് തന്നെയാണ്, ആൻഡ് പുതിയ അൽക്കസാറും അത് തന്നെയാണ്. ഈ MQB എന്ന് പറയുന്നത് ഫോക്സ് വാഗൻ്റെ ഒരു ഗ്ലോബൽ ലെവൽ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ MQB A0iN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്കോഡ കുഷാക്കിൻ്റെയും ഹ്യുണ്ടായി ക്രെറ്റയുടെയും ഒരു ഫുള്ളി ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും കമ്പാരിസൺ റിവ്യൂസും എസ്പെഷ്യലി കുഷാക്കിൻ്റെയും അതുപോലെ തന്നെ കിയ സെൽട്ടോസിൻ്റെയും കമ്പാരിസൺ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഒപ്പം സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കുഷാക്കും ക്രെറ്റയും അതുപോലെ തന്നെ ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കാം. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.